കൊടിത്തോട്ടത്തിലെ പാറമടക്കുളത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിൽ പാറമട ഉടമകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 1 വർഷക്കാലമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്ന പാറമടയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ലെന്ന് കെപിഎംഎസ് കൊടിത്തോട്ടം ശാഖാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദുരന്തം നടന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇതുവരെ അപകടസ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. 115ഓളം കുടുംബങ്ങളിലായി 350ഓളം അംഗങ്ങളാണ് കൊടിത്തോട്ടം മേഖലയിൽ താമസിക്കുന്നത്. ഇതിൽ 90% കുടുംബങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ പാറമട ഖനനം പ്രദേശത്ത് നേരത്തെ തന്നെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. അവിടുന്ന് ഒരു പരാതികളും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ പരാതികൾ നമ്മുടെ കളക്ടർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കും അടക്കം ഹൈക്കോടതിക്ക് പരാതി പോയിട്ടുള്ള പേപ്പറാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് കല്ല് വീണതും ഇല്ല. കല്ല് വീണതിന്റെ ഫോട്ടോ സഹിതം നമ്മൾ പരാതി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ വിവരാജ രേഖകളിൽ നമുക്ക് തന്നിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ആ പ്രദേശത്ത് യാതൊരുവിധ പരാതികളും ഇല്ലെന്നാണ് അവർ നമുക്ക് റിപ്പോർട്ട് തന്നത്. ഖനന സമയത്ത് പാറമടയിൽ നിന്നുള്ള കരിങ്കൽ കഷ്ണങ്ങൾ സമീപത്തെ വീടുകളിലും അങ്കണവാടി പരിസരത്തും വീണിരുന്നത് വലിയ ആശങ്കയ്ക്കു കാരണമായിരുന്നു. സമീപത്തുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മടയുടെ പ്രവർത്തനം മൂലം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മഴക്കാലമായതോടെ പ്രദേശത്ത് ശക്തമായ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കൊടിത്തോട്ടം നിവാസികളായ ആഷ്ലിൻ 19, ആശേർ 16 എന്നീ വിദ്യാർത്ഥികൾ പാറ ഖനനത്തിലൂടെ രൂപപ്പെട്ട ആഴമേറിയ കുളത്തിൽ മുങ്ങിമരിച്ചത്. അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സർക്കാരും പാറമട ഉടമയും അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് കെപിഎംഎസ് കൊടിത്തോട്ടം ശാഖാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാത്ത അധികൃതർക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് അനുമോൾ ഭഗത്, എരുമേലി യൂണിയൻ കമ്മിറ്റി അംഗം എ.സി. അനിൽ, ശാഖാ സെക്രട്ടറി എം.എൻ. അജയൻ, ശാഖാ അംഗം എം.എൻ. രാജു എന്നിവർ പങ്കെടുത്തു.